പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ക്രിയേറ്റിവിറ്റി അഥവാ സർഗാത്മക ശേഷി എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നുള്ളതിനെക്കുറിച്ചാണ്. നെപ്പോളിയൻ ഹിൽ തൻ്റെ പുസ്തകമായ തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിൽ ക്രിയേറ്റിവിറ്റി അഥവാ സർഗാത്മക ശേഷി എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നുള്ളതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് അതേപടി നമ്മളിവിടെ മലയാളത്തിൽ പറയുകയാണ് ചെയ്യുന്നത്. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എൻ്റെ വീഡിയോകളിലെല്ലാം തന്നെ ഈ പുസ്തകത്തിൽ നെപ്പോളിയൻ ഹിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് മലയാളത്തിൽ അതേപടി ഞാൻ പറയുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. വ്യക്തിപരമായി എൻ്റെ കയ്യിൽ എൻ്റെ വക എന്തെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ പുറത്തു നിന്ന് പുസ്തകത്തിന് വെളിയിൽ നിന്ന് കാര്യങ്ങൾ റെഫർ ചെയ്ത് ഇതിൽ പറയുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പുസ്തകത്തിൽ എന്താണോ ഉള്ളത് അതേപടി മലയാളത്തിൽ പറയുന്നു എന്ന് മാത്രം. ഇത് സർഗാത്മക ശേഷി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നെപ്പോളിയൻ ഹിൽ ഈ പുസ്തകത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ആശയങ്ങളിൽ ഒന്നാമത്തേത് കത്തുന്ന അഭിലാഷം അഥവാ അതിതീവ്രമായ ആഗ്രഹം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. വലിയ സ്വപ്നങ്ങൾ കാണുകയും അത് നടപ്പിലാക്കാൻ വേണ്ടി വ്യക്തമായ പ്ലാനുകൾ ഉണ്ടാക്കുകയും കത്തുന്ന അഭിലാഷത്തോടുകൂടെ അത് നടപ്പിലാക്കാൻ വേണ്ടി അതിനായി ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ആവർത്തിച്ച് ചിന്തിക്കുകയും വിഷ്വലൈസേഷൻ ചെയ്യുകയും അതുപോലെ തന്നെ ഓട്ടോ സജഷൻ അഥവാ സ്വയം നിർദ്ദേശങ്ങൾ കൊടുക്കുക വഴിയും അഫർമേഷൻസ് ആയിക്കൊണ്ട് ഇതിനെ ഒരു കത്തുന്ന അഭിലാഷമാക്കി മാറ്റുക അല്ലെങ്കിൽ ഒരു ഒബ്സഷനാക്കി മാറ്റുക. രണ്ടാമതായി പറയുന്നത് വിശ്വാസം അഥവാ ഫെയ്ത്ത് എന്നുള്ളതിനെക്കുറിച്ചാണ്. നിങ്ങളുടെ കഴിവിലും ദിശയിലും ഉറച്ച വിശ്വാസമുണ്ടാവുക എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിൽ വിജയം മുൻകൂട്ടി ദൃശ്യവൽക്കരിക്കുക. മൂന്നാമത്തേത് സ്വയം നിർദ്ദേശങ്ങൾ നൽകുക എന്നുള്ളതാണ്. നെഗറ്റീവായ ചിന്തകൾ ഒഴിവാക്കിക്കൊണ്ട് പോസിറ്റീവായ നിർദ്ദേശങ്ങൾ മനസ്സിലേക്ക് നൽകിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് അഫർമേഷൻസ് ആയിട്ട്. ഓരോ ദിവസവും നമ്മളുടെ ലക്ഷ്യങ്ങൾ ആവർത്തിച്ച് ചിന്തിക്കുക. അതൊക്കെയാണ് മൂന്നാമതായിട്ട് പറയുന്ന കാര്യങ്ങൾ. 4 സ്പെഷ്യലൈസ്ഡ് നോളജ് അഥവാ പ്രത്യേകമായ അറിവ്. ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രത്യേകമായ അറിവുകൾ നേടുക എന്നുള്ളതാണ്. അത് എവിടെ നിന്ന് കിട്ടും എന്നുള്ളതിനനുസരിച്ചിട്ട് പുസ്തകങ്ങൾ വായിച്ചും മറ്റുള്ള ട്രെയിനിങ് കോഴ്സുകൾ അറ്റൻഡ് ചെയ്തും ഒക്കെ അത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ വിജയം കൈവരിച്ചവരിൽ നിന്നും മഹാന്മാരായ ആളുകളിൽ നിന്നുമൊക്കെ പഠിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അഞ്ചാമതായി ഭാവനയും അതുപോലെ തന്നെ ക്രിയേറ്റീവ് വിഷനും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. പുതിയ ആശയങ്ങൾ കണ്ടെത്താൻ ആകാംക്ഷയും ആഗ്രഹവും വളർത്തുക എന്നുള്ളതാണ്. മൗനം പാലിച്ചും ധ്യാനം ചെയ്തും മനസ്സിനെ ശാന്തമാക്കുകയും പുതിയ ആശയങ്ങൾക്ക് അവസരം നൽകുകയും ചെയ്യുക. ആറാമതായി പറയുന്നത് ഓർഗനൈസ്ഡ് പ്ലാനിംഗ് ആണ്, സംഘടിതമായ പ്ലാനിങ്. നിങ്ങളുടെ സർഗാത്മകമായ ആശയങ്ങളെ യാഥാർത്ഥ്യവൽക്കരിക്കാൻ വേണ്ടിയിട്ട് വ്യക്തവുമായ സ്പഷ്ടമായ ഒരു പദ്ധതി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആശയങ്ങൾ മാത്രം മതിയാവില്ല, അവയെ നടപ്പിലാക്കാനുള്ള മാർഗങ്ങൾ കൂടി കണ്ടെത്തുക. ഏഴാമത് ഈ തീരുമാനമെടുക്കാനുള്ള ശേഷിയെ പറ്റിയാണ് പറയുന്നത്. കൃത്യമായ തീരുമാനമെടുക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഇതിനകത്ത്. ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി. നീണ്ട ആലോചനയില്ലാതെ വേഗം തീരുമാനമെടുക്കാനായിട്ട് പരിശീലിക്കുക. എടുത്ത തീരുമാനം മാറ്റാതെ അതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. എട്ടാമതായി മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പിനെ കുറിച്ചാണ് പറയുന്നത്. മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്യുകയും അവരിൽ നിന്നും ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടുന്നതിൻ്റെ ആവശ്യകതയെ പറ്റിയാണ് പറയുന്നത്. ഒമ്പതാമതായി 6ാം ഇന്ദ്രിയം അഥവാ 6th സെൻസ്. കൃത്യമായ പ്രാക്ടീസുകളിലൂടെ, നിരന്തരമായ പ്രാക്ടീസുകളിലൂടെ, മെഡിറ്റേഷൻ പോലത്തെ ആയിരിക്കുന്ന കാര്യങ്ങളിലൂടെ തുടർച്ചയായി ഹൃദയത്തിൻ്റെ വാതിലിൽ നോക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ 6th സെൻസിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയും എന്നുള്ളതിനെ പറ്റിയിട്ട് ഈ പുസ്തകം പറയുന്നുണ്ട്. ശാന്തവും ശബ്ദമറ്റവുമായ മനസ്സിൽ ശരിയായ ചിന്തകൾ ഉരുവാകാൻ കഴിയുമെന്ന് നെപ്പോളിയൻ ഹിൽ പറയുന്നു. അതുകൊണ്ട് മനസ്സിനെ ശാന്തമാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാക്ടീസായിട്ട് പറയുന്നുണ്ട്. പത്താമതായിട്ട് ഭയത്തെ അതിജീവിക്കുക എന്നുള്ളതാണ്. ഒരുപാട് അകാരണമായ ഭയങ്ങളുണ്ടല്ലോ. ഈ ഭയങ്ങൾ നമ്മളെ, ഇതൊരു ശക്തമായ നെഗറ്റീവ് ഇമോഷനാണ് ഈ ഭയം എന്ന് പറയുന്നത്. ഇത് തീർച്ചയായിട്ടും നമ്മളെ പിന്നോട്ട് വലിക്കും. പരാജയഭയം, നിന്ദാഭയം, ദാരിദ്ര്യഭയം, രോഗഭയം, പ്രണയഭയം, മരണഭയം, അങ്ങനെ പല ജാതി ഭയങ്ങളെക്കുറിച്ച് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് നെപ്പോളിയൻ ഹില്ല്. ഇതെല്ലാം ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. ഭയങ്ങളിൽ നിന്ന് മനസ്സിനെ മോചിപ്പിക്കുമ്പോൾ സർഗാത്മകത വളരും. അപ്പോൾ ഇത്രയുമാണ് ക്രിയേറ്റിവിറ്റിയെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പുസ്തകത്തിൽ പറയുന്ന നിർദ്ദേശങ്ങൾ. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകത്തിൽ പറയുന്നത് ഒരാൾ ചിന്തയെ ശരിയായ രൂപത്തിൽ നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് വിജയിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ പിൻപറ്റിക്കൊണ്ട് എല്ലാവർക്കും ജീവിത വിജയം നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.